Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. സർവകലാശാലകളിലെ കാവ്യവൽക്കരണ നീക്കം ചെറുക്കുക, ചാൻസലർ നീതിയും നിയമവും പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്കൃത സർവകലാശാല ക്യാമ്പസുകളിൽ വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കാലടി മുഖ്യ ക്യാമ്പസിൽ നടന്ന വിദ്യാഭ്യാസ സംരക്ഷണ കൂട്ടായ്മ ജില്ലാ ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കൂട്ടായ്മ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അടുത്ത കാലത്തെല്ലാം ഏറ്റവും സംവാദാത്മകമായിട്ടുള്ള ഒരു വിഷയമാണ് വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടത്. പ്രത്യേകിച്ച് 38 ലക്ഷത്തോളം പേർ പരീക്ഷ എഴുതിയ നീറ്റും നെറ്റും എല്ലാ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ വിപണിയിൽ വരെ കിട്ടിയ ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം വളരെ ആശങ്കയോടെ സജീവമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയമാണ്. ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജോഹന്നാസ്ബർഗ് സർവകലാശാലയുടെ കവാടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമാണ്: നിങ്ങൾക്കൊരു രാജ്യത്തെ തകർക്കണമെങ്കിൽ കടുത്ത ചെയ്തോ ആറ്റമോ ഒന്നും വേണ്ട, ആ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്താൽ മതി. അങ്ങനെ തകർക്കപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വളർന്നു വരുന്ന ഡോക്ടർമാരാണ് ആ രാജ്യത്തെ സാധാരണക്കാരായ രോഗികളെല്ലാം കൊണ്ടുവരുന്നത്. അസ്യൂട്ട് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബിജു വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു. സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളാൽ ഭരണപരമായിട്ടുള്ള പ്രശ്നങ്ങളാൽ ഇതൊക്കെ കുത്തി നിറച്ച ഒരു സാഹചര്യം അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുന്ന ഇടങ്ങളായി മാറിയിരിക്കുന്നു സർവകലാശാലകൾ എന്നാണ് ഇന്ന് ഇന്ത്യ ഒട്ടാകെ ഭരിക്കുന്ന കക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി 2014 തുടങ്ങിയ പ്രക്ഷോഭങ്ങളുടെ തുടർച്ചയാണ് 2024 നാം ഇവിടെ സംഘടിച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം. സംഘർഷഭരിതമായിട്ടുള്ള സർവകലാശാലയിൽ സംഘർഷഭരിതമായി തീർന്നാൽ അക്കാദമിക് പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. ജില്ലാ ശിശുക്ഷേമ സമിതി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി ഡോക്ടർ M സത്യൻ സംസാരിച്ചു. ഡോക്ടർ കവിത സോമൻ, സുനിൽ ഒതയത്ത്, സുകേഷ് K ദിവാകർ, അശ്വന്ത് PM, ശ്രീഹരി AU തുടങ്ങിയവർ പങ്കെടുത്തു. അറിയപ്പെടുന്ന ചരിത്ര ഗവേഷണ കൗൺസിലുകളിൽ അതിന്റെ തലവന്മാരെ തങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ യാതൊരു യോഗ്യതയും നോക്കാതെ അതിൽ കൃത്യമായിട്ട് തന്നെ അപ്പോയിന്റ് ചെയ്യുന്നു. സർവകലാശാല തലപ്പത്തേക്ക് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കും ഏകപക്ഷീയമായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ തിരികെ കയറ്റുന്ന സാഹചര്യം നാം കാണുന്നു. അതോടൊപ്പം തന്നെ ചാൻസലറുടെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് വൈസ് ചാൻസലർമാരുടെ സെലക്ഷൻ അടക്കം കൃത്യമായി ഈ രാജ്യത്തെ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന നിരവധി സാഹചര്യങ്ങൾ നമ്മൾ കാണുകയാണ്. കേരളത്തിലെ ക്യാമ്പസുകളിൽ അധ്യാപകരും ജീവനക്കാരും